ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഗണങ്ങളല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളിന്ന് പറയുന്നത് സമസ്ത ഗണം, അതുപോലെ തന്നെ ഗണക്രിയകൾ, അതായത് ഓപ്പറേഷൻസ് ഓൺ സെറ്റ്സും യൂണിവേഴ്സൽ സെറ്റും എന്താണെന്നൊക്കെയാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. സമസ്ത ഗണം, യൂണിവേഴ്സൽ സെറ്റ്, അതിൽ തന്നെ ഉണ്ടല്ലേ അതെന്താണെന്നുള്ളത്. ഇത്രയുള്ളൂ. നമുക്ക് ഒരു പ്രോബ്ലം വരാണ്, നമുക്കൊരു സെറ്റ്സ് റിലേറ്റഡ് ആയിട്ടുള്ളൊരു പ്രോബ്ലം വരാണ്. അപ്പം നമ്മൾ ആ സെറ്റിനോട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ സെറ്റിനെ കൺസിഡർ ചെയ്യാം. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ആ സെറ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന അത്രയും വലിയ സെറ്റിനെയാണ് നമ്മൾ യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ റാഷണൽ നമ്പേഴ്സിൻ്റെ പ്രോബ്ലംസ് ആണ് കൈകാര്യം ചെയ്യുന്നതെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ റാഷണൽ നമ്പേഴ്സിനേക്കാളും ഒരു പടി മുന്നിൽ നിൽക്കുന്ന റിയൽ നമ്പേഴ്സിനെ യൂണിവേഴ്സൽ സെറ്റായിട്ട് എടുക്കും. ഓക്കെ, റാഷണൽ നമ്പേഴ്സിനെ ഇൻക്ലൂഡ് ചെയ്യുന്ന അതിനേക്കാളും വലിയ സെറ്റാണ് ആര്, റിയൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ റിയൽ നമ്പേഴ്സിനെ യൂണിവേഴ്സൽ സെറ്റായിട്ട് എടുക്കും. റാഷണൽ നമ്പേഴ്സ് എടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷെ അതിനേക്കാളും ഒരു പിടി മുന്നിൽ നിൽക്കുന്നത് എടുക്കാം. അതിനെയാണ് യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുന്നത്. അതായത് ഇത്രയേ ഉള്ളൂ. ഒരു ഗണിത പ്രശ്നത്തിൽ പരിഗണിക്കേണ്ടി വരുന്ന മുഴുവൻ ഗണങ്ങളുടെയും അധിഗണമായി എടുക്കാവുന്ന ഗണമാണ് സമസ്ത ഗണം. നമുക്കൊരു പ്രോബ്ലം വരികയാണെങ്കിൽ, നമുക്കൊരു സെറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ, ആ സെറ്റ്സിനെയൊക്കെയും സൂപ്പർ സെറ്റായിട്ട് വരുന്ന ആളാരാണോ അതിനെ നമ്മൾ യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ പറയുന്നത് ഇവിടെ A = 1 2 3, B = 4 5, C = 5 6 7. അങ്ങനെയാണെങ്കിൽ എനിക്കിവിടെ യൂണിവേഴ്സൽ സെറ്റായിട്ട് ആരെ എടുക്കാം, 1 to 10 വരെയുള്ള നമ്പറിനെ എടുക്കാം. എനിക്കിവിടെ ഏറ്റവും ചെറിയ യൂണിവേഴ്സൽ സെറ്റായിട്ട് എടുക്കാവുന്നത് 1 2 3 4 5 6 7 വരെ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു സെറ്റിനെ വേണമെങ്കിൽ എനിക്ക് യൂണിവേഴ്സൽ സെറ്റായിട്ട് കൺസിഡർ ചെയ്യാം. പക്ഷെ നമ്മൾ എപ്പോഴും അതിന് അനുയോജ്യമായിട്ടുള്ളത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്ന വലിയൊരാൾ. അതായത് ഞാനിവിടെ 1 to 10 വരെയുള്ള നമ്പേഴ്സ് എടുക്കുന്നു. ഞാൻ പറഞ്ഞു, ഇപ്പം നമ്മൾ റാഷണൽ നമ്പേഴ്സിൻ്റെ പ്രോബ്ലംസ് എടുക്കുകയാണെങ്കിൽ നമ്മൾ യൂണിവേഴ്സൽ സെറ്റായിട്ട് ആരെ കൺസിഡർ ചെയ്യാം, റിയൽ നമ്പേഴ്സിനെ കൺസിഡർ ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ ഇറാഷണൽ നമ്പേഴ്സ് ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിലും റിയൽ നമ്പേഴ്സിനെ കൺസിഡർ ചെയ്യാം. ഇനി റിയൽ നമ്പേഴ്സിൻ്റെ കേസിൽ നമുക്ക് റിയൽ നമ്പേഴ്സിനെയോ കോംപ്ലക്സ് നമ്പേഴ്സിനെയോ കൺസിഡർ ചെയ്യാം. കാരണം എല്ലാ റിയൽ നമ്പേഴ്സിനെയും ഇൻക്ലൂഡ് ചെയ്യുന്ന സെറ്റാണ് സെറ്റ് ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന് പറയുന്നത് അല്ലേ. അങ്ങനെ വേണമെങ്കിലും നമുക്ക് എടുക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഒരു ഇങ്ങനെ വരികയാണ്, നമുക്കിപ്പം സെറ്റ് ഓഫ് ഓൾ ഈക്വിലാറ്ററൽ ട്രയാങ്കിൾസ് എടുക്കും. നമുക്കിപ്പം സെറ്റ് ഓഫ് ഓൾ ഈക്വിലാറ്ററൽ ട്രയാങ്കിൾസിനെയാണ് നമുക്ക് അതിനെ റിലേറ്റ് ചെയ്തുള്ള പ്രോബ്ലംസ് ആണ് നമുക്ക് വന്നിരിക്കുന്നതെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മളോട് യൂണിവേഴ്സൽ സെറ്റിനെ ചൂസ് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെ എടുക്കാം, യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ ട്രയാങ്കിൾസ് എടുക്കാം, തെറ്റൊന്നുമില്ല, സെറ്റ് ഓഫ് ഓൾ ട്രയാങ്കിൾസ് എടുക്കാം. അല്ലെങ്കിൽ U = സെറ്റ് ഓഫ് ഓൾ പോളിഗൺസ് എടുക്കാം. ഓക്കെ, ഈ ട്രയാങ്കിൾസിനെയും കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്ന ഏറ്റവും വലിയ സെറ്റാണ് സെറ്റ് ഓഫ് ഓൾ പോളിഗൺസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. ഓക്കെ, അതായത് നമ്മളോട് സമഭുജ ത്രികോണങ്ങളുടെ സംബന്ധിക്കുന്ന പ്രോബ്ലമാണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ നമുക്ക് ത്രികോണങ്ങളുടെ ഗണം കൺസിഡർ ചെയ്യാം. എന്നിട്ട് നമുക്ക് അതിനെ യൂണിവേഴ്സൽ സെറ്റായിട്ട് എടുക്കാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിനേക്കാളും വലിയൊരു സെറ്റ് ബഹുഭുജങ്ങൾ എന്നെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ട്രയാങ്കിൾസും ഇക്വിലാറ്ററൽ ട്രയാങ്കിൾസും ഒക്കെ എവിടെ വരും, ബഹുഭുജങ്ങളുടെ ഗണത്തിൽ വരും. ഓക്കെ, അപ്പോൾ അതാണ് നമ്മളുടെ യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് വെൻ ഡയഗ്രംസ്, വെൻ ചിത്രങ്ങൾ, ഇതൊന്നുമില്ല, നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള കാര്യമാണ്. നമുക്ക് എന്താണ്, സെറ്റ്സിനെ ജോമെട്രിക് ഫിഗേഴ്സ് വെച്ചിട്ട് ഡിനോട്ട് ചെയ്യുന്ന രീതി അല്ലേ, അതായത് ജ്യാമിതീയ രൂപങ്ങൾ ഉപയോഗിച്ച് ഗണത്തെ സൂചിപ്പിക്കുന്ന രീതിയാണ് വെൻ ചിത്രങ്ങൾ അല്ലെങ്കിൽ വെൻ ഡയഗ്രംസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പം പോളിഗൺസ് യൂസ് ചെയ്തിട്ടാണ് പറയണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ നമ്മൾ യൂണിവേഴ്സൽ സെറ്റിനെ നമ്മൾ എപ്പോഴും റെക്റ്റാങ്കിൾ ആയിട്ടാണ് ചൂസ് ചെയ്യുന്നത്. ഓക്കെ, യൂണിവേഴ്സൽ സമസ്ത ഗണത്തിനെ നമ്മൾ ചതുരത്തിലാണ് അടയാളപ്പെടുത്തുന്നത്. എന്നാൽ ബാക്കിയുള്ള സെറ്റ്സിനെയൊക്കെ സർക്കിൾസ് ആണെന്നൊന്നും പറയാൻ പറ്റില്ല. സർക്കിൾസ് യൂസ് ചെയ്യാം, എലിപ്സ് യൂസ് ചെയ്യാം, അതായത് നമുക്കിങ്ങനെ പറയാം, അതായത് സർക്കുലാർ, അങ്ങനെ ആ ഒരു ഇതിനോട് റിലേറ്റ് ചെയ്യുന്ന പിക്ചേഴ്സ് നമുക്ക് വക്രതല ചിത്രങ്ങൾ എന്ന് പറയാം. ഓക്കെ, മലയാളത്തിൽ എപ്പോഴും സർക്കിൾസ് തന്നെ ആവണമെന്നില്ല, എലിപ്സ് ആവാം. ആ ഒരു സർക്കിളിനോട് റിലേറ്റ് സാമ്യമുള്ള ഫിഗേഴ്സിനെ യൂസ് ചെയ്യുന്നു. ഓക്കെ, നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. ഈ ഒരു വെൻ ഡയഗ്രംസ് യൂസ് ചെയ്തിട്ടുള്ള ഒരു സെറ്റ്സിൻ്റെ എക്സാമ്പിൾ നോക്കാം. ഇവിടെ നമ്മൾ യൂണിവേഴ്സൽ സെറ്റായിട്ട് 1 to 7 എടുത്തിട്ടുണ്ട്. A = 1 2 3 4, B = 3 4 5 ആൻഡ് C = 3 5 6 എന്ന് എടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാനിവിടെ
ഇതാണ് നമ്മളുടെ യൂണിവേഴ്സൽ സെറ്റ്. അതിനെ ഞാൻ റെക്ടാങ്കിൾ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. എ എന്ന് പറയുന്നത് 1 2 3 4 1 2 3 4, ബി എന്ന് പറയുന്നത് 3 4 5, ബി എന്ന് പറയുന്നത് 3 4 5, 6 ഇവിടെയല്ല അല്ലേ, സോറി ഇറ്റ്സ് മൈ മിസ്റ്റേക്ക്. ഓക്കെ, സി എന്ന് പറയുന്നത് 3 5 6 ഇവിടെയാണ് വരുന്നത്. അതുപോലെ തന്നെ നമ്മൾക്ക് 7 ഇല്ലേ, അത് നമ്മളുടെ യൂണിവേഴ്സൽ സെറ്റിലാണ്, ഇതിലൊന്നും കിടക്കുന്നില്ല. ഇനി 10 വരെയാണ് എടുക്കുന്നതെങ്കിൽ 8 9 10 കൂടി ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, ഇതാണ് നിങ്ങൾക്ക് ഇതെല്ലാം അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്, ജസ്റ്റ് പറഞ്ഞു പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പറയുന്നത്, ഓപ്പറേഷൻ ഓൺ സെറ്റ്സ്, ഗണക്രിയകൾ. അതായത് നമ്മൾ സെറ്റ്സിൻ്റെ മുകളിലുള്ള എല്ലാ ഓപ്പറേഷൻസുമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 മാത്രമേ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ, ബാക്കിയുള്ളത് വരുന്ന വീഡിയോസിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഇതുള്ളത് യൂണിയൻ ഓഫ് സെറ്റ്സ്. നമ്മൾ എപ്പോഴും സെറ്റ്സ് പറയുകയാണെങ്കിൽ ആദ്യം പറയുന്നത് യൂണിയനും ഇൻ്റർസെക്ഷനും ആയിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് അതുപോലെ തന്നെ യൂണിയൻ ഓഫ് സെറ്റ്സ്, അതായത് ഗണങ്ങളുടെ യോഗം. നമ്മളൊരു യോഗം വിളിക്കുമ്പോൾ എങ്ങനെയാണ്, അവിടെയുള്ള എല്ലാ ആൾക്കാരും വരും അല്ലേ, അങ്ങനെ തന്നെയാണ് നമ്മളുടെ യൂണിയൻ ഓഫ് സെറ്റ്സ്. അതായത് നമുക്ക് എത്ര സെറ്റ്സ് ഉണ്ടോ ആ സെറ്റ്സിലെ എല്ലാവരെയും ഒരുമിച്ച് എഴുതാം, അതിനെയാണ് നമ്മൾ യൂണിയൻ എന്ന് പറയുന്നത്. ഓക്കെ, യോഗം. ദാറ്റ് ഈസ് എ യൂണിയൻ ബി ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു എ ഓർ എക്സ് ബിലോങ്സ് ടു ബി. അതായത് എയിലോ ബിയിലോ ഉള്ള എല്ലാ അംഗങ്ങളെയും എഴുതുക, അതിനെയാണ് നമ്മൾ എ യൂണിയൻ ബി എന്ന് പറയുന്നത്, ഒരുമിച്ച് ചേർക്കുക, അതിനെയാണ് എ യൂണിയൻ ബി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എയിലും ബിയിലും ഒരു എലമെൻറ്റ് 2 തവണ വന്നിട്ടുണ്ടെങ്കിലോ 1 തവണ എഴുതിയാൽ മതി അതിനെ. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. എ ഈക്വൽ ടു 1 2 3 4, ബി ഈക്വൽ ടു 4 5 6 7. അപ്പോൾ ഇവിടെ നമുക്ക് എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ എയിലെയും ബിയിലെയും എലമെൻറ്റ്സ് അല്ലേ. അപ്പോൾ 1 2 3 4, ഇവിടെ 4 ഓൾറെഡി നമ്മൾ എഴുതിയിട്ടുണ്ട്, സോ ഇനി എഴുതേണ്ട ആവശ്യമില്ല. 4 5 6 7. ഓക്കെ, എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ ഇതാ വെൻ ഡയഗ്രാം യൂസ് ചെയ്തിട്ട്, ഇതൊരു വരച്ചൊന്നും വൃത്തിയില്ല കേട്ടോ. ഇത് മീൻസ് ഇവിടെയുള്ള എല്ലാ പോർഷൻസും ഇതാ എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ ഇതിലെ എല്ലാ, അതായത് എയിലെയും ബിയിലെയും എലമെൻറ്റ്സ്, അത്രയേ ഉള്ളൂ. അതാണ് ഉദ്ദേശിക്കുന്നത് എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ ഷെയ്ഡ് ചെയ്ത പോർഷനാണ് എ യൂണിയൻ ബി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ പറയുന്നത് ഇൻ്റർസെക്ഷൻ ഓഫ് സെറ്റ്സ്, ഗണങ്ങളുടെ സംഗമം. അതായത് ഇതിൽ രണ്ടിലും കോമൺ ആയിട്ട് വരുന്നത്, രണ്ടിലും പൊതുവായിട്ടുള്ളത്. ഓക്കെ, ഇൻ്റർസെക്ഷൻ ഓഫ് സെറ്റ്സ്. അപ്പോൾ 2 ഗണങ്ങളുടെ പൊതുവായ അംഗങ്ങളെ ഉൾപ്പെടുത്തി പുതിയതായി രൂപീകരിക്കുന്ന ഗണത്തെ ആ ഗണങ്ങളുടെ സംഗമം എന്ന് പറയുന്നു. ഒന്നുമില്ല, എയിലും ബിയിലും കോമൺ ആയിട്ടുള്ള എലമെൻസിൻ്റെ സെറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻ്റർസെക്ഷൻ ഓഫ് സെറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് എ ഇൻ്റർസെക്ഷൻ ബി, എ ബി എന്ന് പറയുന്ന 2 സെറ്റ്സ് ഉണ്ട്. ആ 2 സെറ്റ്സ് എ ഇൻ്റർസെക്ഷൻ ബി ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു എ ആൻഡ് എക്സ് ബിലോങ്സ് ടു ബി. ഇവിടെ എടുക്കുന്നത് എന്താ, എക്സ് എയിലും ബിയിലും ഉണ്ടായിരിക്കണം, അങ്ങനെയുള്ള എലമെൻസിൻ്റെ കളക്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം എക്സാമ്പിൾ. എ ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ 1 2 3 4 5, ബി ഈക്വൽ ടു 3 4 6. രണ്ടിലും കോമൺ ആയിട്ട് 1 ഇല്ല, 2 ഇല്ല, പക്ഷെ 3 ഉണ്ടല്ലേ. 3 രണ്ടിലും കോമൺ ആയിട്ടുണ്ട്, 4 രണ്ടിലും കോമൺ ആയിട്ടുണ്ട്, 5 ഇല്ല, 6 ഇല്ല. അപ്പോൾ നമ്മൾ എ ഇൻ്റർസെക്ഷൻ ബിയിൽ ഏതൊക്കെ എലമെൻറ്റ്സ് വരും, 3 4. ഓക്കെ, ഇതിൻ്റെ വെൻ ഡയഗ്രാം വെച്ച് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുമ്പം എ എന്ന് പറയുന്ന സെറ്റ്, ബി എന്ന് പറയുന്നത് രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന എലമെൻ്റ് ഇത് ഈ പോർഷനല്ലേ വരിക, അതായത് ദിസ് ഇസ് എ ഇൻ്റർസെക്ഷൻ ബി. ഓക്കെ, ഇനി ഈ എ ഇൻ്റർസെക്ഷൻ ബി പറയുമ്പോൾ നമ്മൾ വിട്ടു പോവാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് ഡിസ്ജോയിൻറ്റ് സെറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്നതിൽ എപ്പോഴും എലമെൻറ്റ്സ് ഉണ്ടാവണമെന്നൊന്നുമില്ല. ഇപ്പോൾ എ ഇൻ്റർസെക്ഷൻ ബിയിൽ എയിലും ബിയിലും കോമൺ അല്ലാത്ത എലമെൻറ്റ്സ് ഉണ്ടായിക്കൂടെ, അങ്ങനെയുള്ള സെറ്റുകൾ കൺസിഡർ ചെയ്തുകൂടെ നമുക്ക്. അപ്പോൾ അവിടെ നമ്മൾ പറയേണ്ടതാണ്, ഈ 2 ഗണത്തിലും പൊതുവായിട്ട് അംഗങ്ങളൊന്നുമില്ല എങ്കിൽ അവയെ നമ്മൾ ഡിസ്ജോയിൻറ്റ് സെറ്റ്സ് എന്ന് പറയുന്നു. അപ്പോൾ നമുക്ക് മലയാളം നിർബന്ധമാണ്, സോ വിയുക്ത ഗണങ്ങൾ എന്ന് പറയുന്നു. 2 ഗണത്തിൽ പൊതുവായ അംഗങ്ങളില്ല എങ്കിൽ ആ ഗണങ്ങളെ വിയുക്ത ഗണങ്ങൾ എന്ന് പറയുന്നു, ഡിസ്ജോയിൻറ്റ് സെറ്റ്സ് എന്ന് പറയുന്നു. അതായത് നമുക്കിങ്ങനെ എഴുതാം, എ ബി, അതായത് രണ്ടിലും പൊതുവായിട്ട് ഗണങ്ങളൊന്നുമില്ല, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡിസ്ജോയിൻറ്റ് സെറ്റ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്കറിയാം എ ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എ ബി സി, ബി ഈക്വൽ ടു ഡി ഇ. രണ്ടിലും കോമൺ ആയിട്ടുണ്ടോ, ഇല്ല. ഇനി നമുക്ക് പരിചയമുള്ളൊരു എക്സാമ്പിൾ നോക്കാം. നമുക്ക് ക്യൂ എന്ന് പറയുന്ന റാഷണൽ നമ്പേഴ്സിൻ്റെ സെറ്റ്സ് അറിയാം അല്ലേ. ഞാൻ നേരത്തെ ഡിനോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ടി എന്നായിരുന്നു ഞാൻ ഇറാഷണൽ നമ്പേഴ്സിൻ്റെ സെറ്റ്സിനെ ഡിനോട്ട് ചെയ്തത് കഴിഞ്ഞ വീഡിയോയിലൊക്കെ. അപ്പോൾ ഈ ക്യൂ എന്ന് പറയുന്ന സെറ്റ് ഓഫ് ഓൾ റാഷണൽ നമ്പേഴ്സ്, ടി എന്ന് പറയുന്ന സെറ്റ് ഓഫ് ഓൾ ഇറാഷണൽ നമ്പേഴ്സ്. ഇവയ്ക്ക് കോമൺ ആയിട്ട് ഏതെങ്കിലും ഒരു എലമെൻറ്റ് വരുമോ, ഇല്ല അല്ലേ. റാഷണൽ അല്ലാത്ത നമ്പേഴ്സിനെയാണ് നമ്മൾ ഇറാഷണൽ എന്ന് പറയുന്നത്. ഒരു റിയൽ നമ്പർ എടുത്തു കഴിഞ്ഞാൽ അത് ഒന്നുകിൽ റാഷണൽ ആയിരിക്കും അല്ലെങ്കിൽ ഇറാഷണൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് പറയാം,
ഇവിടെ നിന്ന് എന്ത് പറയാം, ക്യൂ ഇൻ്റർസെക്ഷൻ ടി എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും, എം ടി ആയിരിക്കും. അപ്പോൾ നമുക്ക് വേറൊരു കാര്യം കൂടി പറയാം. ഈ റാഷണൽ നമ്പേഴ്സ് അതുപോലെ തന്നെ ഇറാഷണൽ നമ്പേഴ്സിൻ്റെയും കൂടെ യൂണിയൻ എടുത്താൽ നമുക്ക് ആര് കിട്ടും, സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സിനെ കിട്ടും. ഓക്കെ, പുതിയൊരു കാര്യം കൂടിയായി അല്ലേ. അതായത് നമ്മളിപ്പോൾ പറഞ്ഞത് ക്യൂ എന്ന് പറയുന്ന സെറ്റ് ഓഫ് ഓൾ റാഷണൽ നമ്പേഴ്സാണ്, ടി എന്ന് പറയുന്ന സെറ്റ് ഓഫ് ഓൾ ഇറാഷണൽ നമ്പേഴ്സാണ്. അപ്പം റാഷണൽ അല്ലാത്ത നമ്പേഴ്സിനെയാണ് ഇറാഷണൽ ആവുന്നത്. ഒരു റിയൽ നമ്പർ എടുത്താൽ ഒന്നുകിൽ അത് റാഷണൽ ആയിരിക്കും, അല്ലെങ്കിൽ അത് ഇറാഷണൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് പറയാം ക്യൂവിനും ടിക്കും പൊതുവായിട്ട് എലമെൻറ്റ്സ് ഒന്നും വരില്ല, ഉറപ്പായിട്ടും വരില്ല. കാരണം 0 എടുത്താലും അത് റാഷണലാണ്, ഇറാഷണൽ അല്ല. കാരണം 0നെ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം, 0/1 എന്നോ 0/2 എന്നോ 0/3 എന്നോ ഒക്കെ റെപ്രസെൻറ്റ് ചെയ്യാം. സോ അത് ആരാണ്, നമുക്കൊരു റാഷണൽ നമ്പറാണ്. സോ നമുക്ക് എന്ത് പറയാം, ക്യൂ ഇൻ്റർസെക്ഷൻ ടി എന്ന് പറയുന്നത് എം ടി ആണ്. ദാറ്റ് ഈസ് ക്യൂ ആൻഡ് ടി ആർ ഡിസ്ജോയിൻറ്റ് സെറ്റ്സ്. അതായത് ക്യൂവും റാഷണൽ നമ്പേഴ്സിൻ്റെ ഭിന്നകങ്ങളുടെയും അഭിന്നകങ്ങളുടെയും ഗണങ്ങൾ വിയുക്ത ഗണങ്ങളാണ്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് അഭിന്നകങ്ങളും ഭിന്നകങ്ങളുടെയും കൂടെ യോഗമെടുത്താൽ നമുക്ക് ആരെയാണ് കിട്ടുക, രേഖീയ സംഖ്യകളുടെ ഗണം കിട്ടുന്നു. ഓക്കെ, ഇനി നമുക്കിവിടെ കോമൺ ആയിട്ടുള്ള കുറച്ച് പ്രോപ്പർട്ടീസ് നോക്കാം, അതായത് സവിശേഷതകൾ. നമുക്ക് നോക്കാം. എ യൂണിയൻ ബി ഈക്വൽ ടു ബി യൂണിയൻ എ ആൻഡ് എ ഇൻ്റർസെക്ഷൻ ബി ഈക്വൽ ടു ബി ഇൻ്റർസെക്ഷൻ എ. നമ്മളെപ്പോഴും പരിചയമുള്ളതാണ് അല്ലേ. നമ്മൾ എങ്ങനെ പറയുന്നത്, കമ്മ്യൂട്ടേറ്റീവ് ലോ. കമ്മ്യൂട്ടേറ്റീവ് ലോയുടെ മലയാളമാണ് ക്രമനിയമം. അതായത് എ യൂണിയൻ ബി ഈക്വൽ ടു ബി യൂണിയൻ എ ഇൻ്റർസെക്ഷൻ ബി ഈക്വൽ ടു ബി ഇൻ്റർസെക്ഷൻ എ. ദാറ്റ് ഈസ് കമ്മ്യൂട്ടേറ്റീവ് ലോ, ദാറ്റ് ഈസ് ക്രമനിയമം. ഓക്കെ, രണ്ടാമത്തത് എ യൂണിയൻ ബി യൂണിയൻ സി ഈക്വൽ ടു എ യൂണിയൻ ബി യൂണിയൻ സി. എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ സി ഈക്വൽ ടു എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ സി. ദാറ്റ് ഈസ് അസോസിയേറ്റീവ് ലോ. ഇത് നമുക്ക് നല്ല പരിചയമുള്ളതാണ്. ഇതിന് നമ്മൾ പറയുന്ന പേരാണ് സംയോജന നിയമം. അസോസിയേറ്റീവ് ലോ, കമ്മ്യൂട്ടേറ്റീവ് ലോ. ഇനി നമുക്ക് കുറച്ച് കോമൺ ആയിട്ടുള്ള കാര്യങ്ങളും കൂടെ നോക്കാം. എ യൂണിയൻ ഫൈ ഈക്വൽ ടു, നമ്മൾ പറഞ്ഞിട്ടുണ്ട് എം ടി സെറ്റ് അല്ലേ. എയോട് കൂടെ എം ടി സെറ്റിൻ്റെ യൂണിയൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് തന്നെ കിട്ടാം, എ തന്നെയാണ് കിട്ടുക. എ ഇൻ്റർസെക്ഷൻ എം ടി സെറ്റ് ഈക്വൽ ടു എം ടി. അതായത് എ എന്ന് പറയുന്ന സെറ്റിലും ഇൻ്റർസെക്ഷൻ എം ടി സെറ്റിലും കൂടെ കോമൺ ആയിട്ടുള്ളത് ആര് മാത്രമാണ്, എം ടി സെറ്റ് മാത്രമാണ്. ദാറ്റ് ഈസ് ഇതിനെയാണ് നമ്മൾ ഐഡൻറ്റിറ്റി ലോ അല്ലെങ്കിൽ ലോ ഓഫ് എം ടി, ലോ ഓഫ് ഫൈ എന്ന് പറയുന്നത്. ഓക്കെ, നാലാമത്തത് എ യൂണിയൻ എ ഈക്വൽ ടു, എയോട് എ തന്നെ യൂണിയൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എ എന്ന് പറഞ്ഞ സെറ്റ് തന്നെയാണ് കിട്ടുക. എ ഇൻ്റർസെക്ഷൻ എ ഈക്വൽ ടു എ, എയോട് എ തന്നെ ഇൻ്റർസെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എ തന്നെയാണ് കിട്ടുക. ഇതിനെയാണ് നമ്മൾ ഐഡംപൊട്ടൻ്റ് ലോ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൻ്റെ ഒന്നും മലയാളം ഞാൻ ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ നമുക്ക് അടുത്ത നോക്കാം. യു യൂണിയൻ എ, അതായത് യൂണിവേഴ്സൽ സെറ്റിനോട് കൂടെ എയും കൂടെ യൂണിയൻ എടുത്തു കഴിഞ്ഞാൽ ആര് തന്നെ വരുള്ളൂ, യൂണിവേഴ്സൽ സെറ്റ് തന്നെയല്ലേ വരിക. കാരണം യൂണിവേഴ്സൽ സെറ്റിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ആളല്ലേ എ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ യു ഇൻ്റർസെക്ഷൻ എ ഈക്വൽ ടു എ. യു യൂണിവേഴ്സൽ സെറ്റിനോട് കൂടെ എയുടെ ഇൻ്റർസെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ കോമൺ ആയിട്ട് ആരാ ഉള്ളത്, യൂണിവേഴ്സൽ സെറ്റിൽ എ ഉണ്ട്, എയിലും എ ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക, എ. ദാറ്റ് ഈസ് നോൺ ആസ് ലോ ഓഫ് യു. അതിനെയാണ് നമ്മൾ ലോ ഓഫ് യു എന്ന് പറയുന്നത്. ഇനി എ ഇൻ്റർസെക്ഷൻ ബി യൂണിയൻ സി ഈക്വൽ ടു എ ഇൻ്റർസെക്ഷൻ ബി യൂണിയൻ എ ഇൻ്റർസെക്ഷൻ സി. ഇതിനെയാണ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് എ യൂണിയൻ ബി ഇൻ്റർസെക്ഷൻ സി ഈക്വൽ ടു എ യൂണിയൻ ബി ഇൻ്റർസെക്ഷൻ എ യൂണിയൻ സി എന്ന് എഴുതാം. ഇതിൻ്റെ മലയാളമാണ് വിതരണ നിയമം. ഇതിൻ്റെയൊക്കെ നമുക്ക് വെൻ ഡയഗ്രത്തിൻ്റെ ഹെൽപ്പോട് കൂടെ പെട്ടെന്ന് തന്നെ പറയാൻ പറ്റും കേട്ടോ, ഒരു വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല. ഇനി ഞാൻ വേറൊരു കാര്യം കൂടെ ഓർമ്മ വന്നപ്പോൾ പറയുകയാണ്. നമ്മൾ ഉപഗണങ്ങളെ പറ്റി പറഞ്ഞല്ലേ, സബ്സെറ്റ്സിനെ പറ്റി പറഞ്ഞല്ലോ. അപ്പോൾ നമുക്ക് എ ബി എന്ന് പറയുന്ന 2 സെറ്റ്സ് ഉണ്ട്. ഓക്കെ, 2 സെറ്റ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ എ സബ്സെറ്റ് ഓഫ് ബി ആണ് എടുക്കുന്നത്. എ സബ്സെറ്റ് ഓഫ് ബി ആണ്. അപ്പോൾ നമുക്ക് വെൻ ഡയഗ്രാം വരച്ചാൽ എങ്ങനെയാണ് വരിക, എ ബി എന്ന് പറയുന്ന 2 സെറ്റ് ഉണ്ട്. ഇത് നമ്മളുടെ ബി, വലിയ സെറ്റിന് ബി എന്ന് കൊടുത്തു. ഇത് നമ്മളെ ചെറിയ സെറ്റ് എ. ഓക്കെ, എ സബ്സെറ്റ് ഓഫ് ബി ഇങ്ങനെയല്ലേ വരിക. അപ്പോൾ നമ്മൾ നോക്കി എ യൂണിയൻ ബി എടുത്ത് എന്താ കിട്ടുക, നമുക്ക് എ യൂണിയൻ ബി എടുത്തു കഴിഞ്ഞാൽ വലിയ സെറ്റാണല്ലേ കിട്ടുക. എ യൂണിയൻ ബി ഈക്വൽ ടു എ യൂണിയൻ ബി. ദാറ്റ് ഈസ് ആ എ എന്ന് പറയുന്നത് ബിയിൽ ഇൻക്ലൂഡഡ് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് പറയാം, എ യൂണിയൻ ബി ഈക്വൽ ടു ബി. ഈഫ് എ സബ്സെറ്റ് ഓഫ് ബി ദെൻ എ യൂണിയൻ ബി ഈക്വൽ ടു ബി. എ സബ്സെറ്റ് ഓഫ് ബി ആയാൽ എ യൂണിയൻ ബി ഈക്വൽ ടു ബി ആണ്. ഓക്കെ, ഇനി നമുക്ക് ചെയ്യാം. ഇഫ് എ സബ്സെറ്റ് ഓഫ് ബി, ഇനി നമ്മളുടെ യൂണിയൻ എടുത്താൽ നമ്മൾ പറഞ്ഞു ബി ആണ് കിട്ടാന്നല്ലേ, ബി ആണ് കിട്ടാന്നാണ് പറഞ്ഞത്. ഓക്കെ, ഇതാണ് നമ്മളുടെ യൂണിയൻ. ഇനി നമുക്ക് ഇൻ്റർസെക്ഷൻ ഒന്ന് എടുത്തു.
ഇതാണ് നമ്മളുടെ ബി, ഇതാണ് നമ്മളുടെ എ. ഇനി ദെൻ എ ഇൻ്റർസെക്ഷൻ ബി എന്താണ് വരിക? എ ഇൻ്റർസെക്ഷൻ ബി, ഇതാണ് നമ്മളുടെ എ. രണ്ടിലും കൂടെ കോമൺ ആയിട്ടുള്ളത് ആര് തന്നെയാണ്? എ ആണല്ലേ, ദറ്റ് ഈസ് എ. പിന്നെ നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക, ഒരു സബ്സെറ്റ് ആണെങ്കിൽ യൂണിയൻ എടുത്താൽ അതിൽ വലിയ സെറ്റും ഇൻ്റർസെക്ഷൻ എടുത്താൽ ചെറിയ സെറ്റുമാണ് കിട്ടുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. ഇനിയിപ്പോൾ കുറച്ച് കാര്യങ്ങൾ സ്പെഷ്യലായിട്ട് പറയാനാണ്, അത് ലാസ്റ്റ് വീഡിയോയിൽ പറയാം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ്സുകൾ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് കമൻസോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് കമൻസ് ആയിട്ട് പറയാവുന്നതാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ കുറേ ദിവസമായിട്ട് വീഡിയോ ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, ക്ലാസ്സൊക്കെ തുടങ്ങിയപ്പോൾ പിന്നെ അതിൻ്റെ പുറകിലായിപ്പോയി. അപ്പോൾ വീണ്ടും മുടങ്ങാതെ ഇടണമെന്നാണ് ആഗ്രഹം. എന്തായാലും ഞാൻ എൻ്റെ മാക്സിമം ട്രൈ ചെയ്യാം. താങ്ക് യു.